നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ട്രാവൽസ് അവളുടെ ഭർത്താവും കൂടി നടത്തിക്കോളെന്ന് പറഞ്ഞപ്പോ നീ അത് സമ്മതിച്ചു കൊടുത്ത കാര്യം എന്താ ഇന്ദ്ര? നീ ആദ്യം പോയി അവനെ അവിടെ നിറക്കി വിട്. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട. അവക്ക് കൊടുത്തതല്ലേ, അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. സ്നേഹം കൊണ്ട് കൊടുത്തതിന് അവകാശം പറയുമ്പോഴേ സങ്കടമുള്ളൂ. ഇതാ നിന്റെ കുഴപ്പം. ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കും, ഒന്നും തിരിച്ചു വാങ്ങാൻ അറിയില്ല. ഒന്നും എടാ, തിരിച്ചു കിട്ടില്ലെന്ന് തോന്നിയാലേ സ്നേഹം പോലും കൊടുക്കരുത്. ഞാനങ്ങനെയാ. അമ്മ ഇങ്ങനെയായി പോയതാ ഇന്ദ്രേട്ടന്റെ തകർച്ചയ്ക്ക് കാരണം. നീ നിന്റെ അനീതിക്കല്ലേ ട്രാവൽസ് എഴുതി കൊടുത്തേ, അല്ലാതെ അവനല്ലല്ലോ. അപ്പൊ പിന്നെ നീ നിർത്തിയ ആളെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവരെ പിടിച്ചിരുത്താൻ അവളാരാ? അവളുടെ ഭർത്താവല്ലേ മേശാം, അവളുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. ഓഫീസിൽ കഴിഞ്ഞ് അവൻ ഇവിടെ വന്നാൽ അമ്മ അവന് ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എന്റെ പട്ടി വെച്ച് വിളമ്പി കൊടുക്കും അവന്. അവനൊന്നും ചെയ്യാണ്ട് കുറെ കാലമായിട്ട് ഈ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴേ മരുമകനല്ലേന്ന് കരുതി ഊട്ടി ഇതിന്റെ സമ്മാനം അവനും അവന്റെ തന്തയും കൂടി എനിക്ക് തന്നു. ഇനിയില്ല, അവന് പടി കയറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനൊന്നും ചെയ്യില്ല അമ്മേ. സോന അമ്മയുടെ മകളാണെങ്കിൽ അവൾക്ക് കൂടി ഈ വീട്ടിൽ അവകാശമുണ്ട്. അവളുടെ ഭർത്താവിനെ ഈ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാവുന്നത് നമ്മൾ തന്നെയായിരിക്കും. നാട്ടുകാരോ? പോകാൻ പറയടാ. അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പിന്നെന്തിനാടാ നമ്മൾ അവരെ പേടിക്കുന്നേ? ചില കാര്യങ്ങൾ കൈവിട്ട് പോയാ പലരെയും പേടിക്കേണ്ടി വരുമമ്മേ. കയ്യിലുള്ളവന്റെ കൂടെ ആളുണ്ടാവും, കൈവിട്ട് പോയതിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ അവസ്ഥ അതാ. എന്റെ ഷോപ്പ് പണയത്തിലായി. ട്രാവൽസ് അനിയത്തി ഏറ്റെടുത്തു. ഇനി എനിക്കെന്താ ഉള്ളത്? സത്യനാണ് കട നോക്കുന്നത്. ഇനി അവനും സോനിയും പറയുന്നത് പോലെ അനുസരിക്കാൻ മാത്രം എനിക്ക് പറ്റൂ. എടാ മോനെ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്? ഞാനൊന്നും എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അമ്മേ. എന്ത് നേടുമ്പോഴും അതെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. മോനെ ഇന്ദ്ര, എനിക്ക് മാത്രമായിട്ട് ഒരു ആവശ്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ ഇന്ദ്രൻ ഇതുവരെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റാരെന്നെ തോൽപ്പിച്ചാലും എനിക്ക് സങ്കടമില്ല. പക്ഷേ എന്റെ കൂടപ്പുറപ്പ് തന്നെ എന്നെ തോൽപ്പിക്കാൻ നോക്കുമ്പോ പോട്ടടാ. മോനെ ഇന്ദ്ര, എന്നോട് ക്ഷമിക്കേട്ടോ. ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. ഏട്ടനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ ഇന്ദ്രേട്ടൻ ജയിച്ചു കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഏട്ടന്റെ അനിയനും അനിയത്തി സത്യേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇത് നമ്മൾ ഏട്ടനോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? വഞ്ചനയല്ല സോനെ, മറ്റാരും നമ്മുടെ ഏട്ടനെ വഞ്ചിക്കാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
നീ ഇമോഷണൽ ആവല്ലേ സോനെ, സത്യം പറയുന്നത് കേൾക്ക്. മോളെ, സച്ചി സാറിന് കടപ്പെട്ട കടയിൽ ഏട്ടൻ കയറില്ലെന്നാ പറയുന്നത്. അതിന് അമ്മയെ സപ്പോർട്ടാ. നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അമ്മയ്ക്ക് ഏറ്റവും വലുത് അമ്മയുടെ വാശിയാ. ഈ ലോകത്ത് നമ്മുടെ ഏട്ടൻ ആകെ അനുസരിക്കുന്നത് നമ്മുടെ അമ്മയാണ്. എന്നിട്ടും ഏട്ടൻ്റെ ജീവിതം കൈവിട്ട് പോകാൻ അറിഞ്ഞിട്ട് പോലും അമ്മയാണെങ്കിൽ ഒരു വാക്ക് പറയുന്നില്ല. അതെനിക്കറിയാം. അതാ ഞാൻ പറയുന്നത്. എന്തായാലും കടയല്ലെങ്കിൽ പിന്നെ ഏട്ടൻ്റെ പ്രതീക്ഷ ട്രാവൽസിലാ. അതാണെങ്കിൽ ഇപ്പൊ നോക്കി നടത്തുന്നത് രവിയാ. രവിയുടെ നടത്തിപ്പിന്റെ ഗുണമാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം. രവി എന്ത് ചെയ്താലും ഏട്ടനൊരു പരിധി വരെ രവി എതിർക്കാൻ സാധിക്കില്ല. അതിന്റെ കാര്യവും കാരണവും നിങ്ങൾക്കറിയാലോ. ആ ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സത്യ. അതെ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ദിരേട്ടന് രവി ഹർഷയിലേക്കുള്ളൊരു പാലമായിട്ട് മാറുന്നുണ്ട്. ഏട്ടന്റെ മദ്യപാനം പോലും ഇപ്പോൾ ഹർഷയുടെ വീട്ടിലാണ്. ഹർഷയാണെങ്കിൽ ഒരിക്കലും ഇന്ദിരേട്ടനെ ഇപ്പോൾ അവളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഏട്ടന്റെ ആകെ പ്രതീക്ഷയായ ട്രാവൽസ് എങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളത് ഏറ്റെടുക്കണമെന്ന്. എന്നാലും ഏട്ടാ, ഒരു മോളെ പോലെയാ നമ്മുടെ ഏട്ടൻ എന്നെ വളർത്തിയത്. ആ ഏട്ടന്റെ മുന്നിൽ ഞാൻ അവകാശം പറഞ്ഞു നിന്ന. സത്യം പറഞ്ഞതുപോലെ ഇന്ദിരേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി നീ അങ്ങനെ ഒരു ധിക്കാരം കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അതെ, നിങ്ങൾ ട്രാവൽസ് ഏറ്റെടുക്കുമ്പോൾ ഏട്ടൻ കടയിൽ വന്നു തുടങ്ങും. ഏട്ടൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാധ്യത തീർക്കാൻ സാധിക്കൂ. പിന്നെ അതുമാത്രമല്ല മോളെ, ഇന്ദിരേട്ടനൊരു ജീവിതമുണ്ട്. എത്ര നാളാ ഏട്ടനും എടുത്തിയും പിരിഞ്ഞു താമസിക്കുന്നത്. അവരെ ഒന്നിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച നമ്മുടെ ഏട്ടൻ്റെ ജീവിതം അത് നമ്മൾ വേണം നേരെയാക്കാൻ. അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ല. നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം. സത്യയുടെ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അതെ, അനിവേട്ടത്തെയും ഇന്ദിരേട്ടനെ ഒരുമിപ്പിക്കാൻ ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. അത് മതി. പക്ഷേ തൽക്കാലം ഇതൊന്നും നമ്മുടെ അമ്മ അറിയാൻ പാടില്ല. അമ്മ എന്നേക്കാൾ നന്നായി നിനക്കറിയാലോ. എനിക്ക് മനസ്സിലായി. ഏട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. നമ്മുടെ കുടുംബം നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. സത്യം പറയുന്നത് 100% ശരിയാണ്. എല്ലാത്തിനും ഞാനും സോനയും ഒപ്പം ഉണ്ടാവും. അതെ, ബിച്ചുമോനും ഏട്ടനും ഏട്ടത്തെയും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുള്ളത്. എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. നിനക്ക് സന്തോഷമായല്ലോടി? എന്റെ മോനെ കരയിപ്പിച്ചപ്പോ നിനക്ക് സന്തോഷമായല്ലോ. ഏട്ടൻ കരയാൻ മാത്രം ഞാൻ എന്താ ചെയ്തേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏട്ടന്റെ നല്ലതിന് വേണ്ടിയാ. എടി, അവൻ ചോര നീരാക്കി ഉണ്ടാക്കിയ സ്ഥാപനം അത് തട്ടിയെടുത്തിട്ടാണോടി നീ നിന്റെ ഏട്ടനെ നന്നാക്കാൻ പോകുന്നത്? ഇതൊക്കെ നിന്റെ കൂടെ കൂടിയവന്റെ ബുദ്ധിയാ. ചെലപ്പോ അവന് നന്നേ കാണും. മറ്റുള്ളവരെ ചതിച്ച് കാര്യം നേടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉപദേശിച്ചു തരാൻ. ദേ, അമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഇന്ദ്രേട്ടൻ ഞങ്ങളെ കൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. അതുപോലെ ഇനി അവന് എന്ത് നഷ്ടം ഉണ്ടാവാനാടി? എടി, നിനക്ക് വേണ്ടി ഒരുപാട് നഷ്ടം സഹിച്ചവനാ അവൻ. അതും പോരാഞ്ഞ് ഇപ്പൊ 15 ലക്ഷം രൂപയും ആ സ്ഥാപനവും എന്റെ മോന് നഷ്ടപ്പെട്ടു പോയില്ലടി. അങ്ങനെ എല്ലാം എന്റെ തലയിൽ വെച്ച് തന്ന് അമ്മ കൈ കഴുകി രക്ഷപ്പെടുകയും വേണ്ട. എനിക്ക് ശ്യാമേട്ടന് വേണ്ടി ഇന്ദ്രേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അമ്മ പറഞ്ഞിട്ടാ. പിന്നെ കേസ് തീർക്കാൻ ചെലവാക്കിയ 15 ലക്ഷം അതിന് കാരണക്കാരി അമ്മ തന്നെയാ. ഞാനോ? എടി, ഞാൻ എന്ത് ചെയ്തിട്ടാടി? അമ്മയല്ലേ ഹർഷയായിട്ട് വീണ്ടും ഈ ബന്ധം സ്ഥാപിച്ചത്. ആ വഴിക്കല്ലേ രവി ഇന്ദ്രേട്ടന്റെ സ്ഥാപനത്തിൽ കയറി പറ്റിയത്.
സത്യേട്ടന് പ്രതിഭയും ട്രാവൽസ് നടത്തുന്ന സമയത്ത് എത്ര നല്ല രീതിയിൽ പോയ സ്ഥാപനമായിരുന്നു ഇത്. ഹർഷയുടെ ഭർത്താവ് കാലുകുത്തിയ ശേഷോ അത് മുടിഞ്ഞത്. അതിന് കാരണക്കാരി അമ്മയല്ലെന്ന് പറയാൻ പറ്റുമോ? ഹാ കൊള്ളാവടി, അതാ നിന്റെ കലിപ്പല്ലേ? അമ്മയെ തീർക്കാൻ വേണ്ടി ജനിച്ച മകള് തന്നെയാ നീ. എടി എടി, നാളെ നിന്നെ പ്രസവിച്ചു പോലും ഞാൻ ചെയ്ത തെറ്റാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയൂടി നീ. ആ, അമ്മ പറഞ്ഞ പോലെ ഈ അമ്മയുടെ വയറ്റിൽ പിറക്കണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എന്താടി പറഞ്ഞേ? പിറവർക്കണ്ടോർക്കാ പറയടി. ഒന്ന് പതുക്കെ സംസാരിക്കമ്മേ, മോൾ ഉണരും. ഓ, എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എന്റെ ഇഷ്ടം പോലെ ബഹളം വെക്കൂടി. നീ ആരടി ചോദിക്കാൻ? നിനക്ക് പറ്റില്ലെങ്കിലേ നിന്റെ കൊച്ചിനടുത്തോണ്ട് ഇറങ്ങി പോടി ഇവിടുന്ന്. അവള് പറയാൻ നിൽക്കുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ.